ശരിക്കും വിലായത്ത് എന്നുള്ള ആ ഒരു പദവി അള്ളാന്റെ ഔലിയാക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് തരക്കാരുണ്ട്. വിലായത്ത് കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടവരുമുണ്ട്, വലായത്ത് കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടവരുണ്ട്. വിലായത്തിന്റെ വാവിന്റെ അടിയിലാണ് കെസറുള്ളത്, വലായത്തിന്റെ മുകളിലാണ് ഫത്ഹ് ഉള്ളത്. അതേപോലെ തന്നെ വലായത്തിന്റെ അഹ്ലുകാര് മുകളിലുള്ളവരാണ്, വിലായത്തിന്റെ അഹ്ലുകാര് താഴെയുള്ളവരാണ്. ഇപ്പൊ വിലായത്തിനേക്കാൾ മഹത്തരം വലായത്താണ്. രണ്ട് സംഭവമാണ്. ഇതിന് മറ്റൊരു പേരുണ്ട്. വിലായത്തിന് ഫക്രെ ബക്കറം എന്ന് പറയും, വലായത്തിന് ഫക്രെ ബ കമാലിയത്ത് എന്ന് പറയും. അതുകൊണ്ട് തന്നെ ഫക്ർ എന്നുള്ള വഴിയാണല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്ത് വഴി അള്ളാഹുലേക്ക് എത്തിപ്പെടുന്ന ഓരോരുത്തരും എത്തുന്ന വഴി, അള്ളാഹുലേക്ക് എത്തുന്ന വഴി, ആ വഴിയാണ് ഫക്ർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആ ഫക്റിന്റെ വഴി രണ്ട് വഴികളുണ്ട്. ഫക്രബ കമാലിയത്തുണ്ട്, ഫക്രബ കറമുണ്ട്. രണ്ട് വഴികളല്ല, രണ്ട് മർത്തബകളാണത്. കമാലിയത്ത് എന്ന് പറയുമ്പോൾ അതിൽ കമാലിയത്ത് ഉണ്ടല്ലോ, പരിപൂർണത ഉണ്ട്. ഫക്രബ കറം എന്ന് പറയുമ്പോൾ ഔദാര്യാണ്, ഔദാര്യം കൊണ്ട് കിട്ടപ്പെടുന്നു. ഇപ്പൊ രണ്ടിലും വ്യത്യാസമുണ്ട്. ഇപ്പൊ ഫക്രബ കറം കൊണ്ടുണ്ടായ വിലായത്ത് വിലായത്ത് എന്ന് പറയും. ഫക്രബ കമാലിയത്താണെങ്കിൽ അതിന് വലായത്ത് എന്ന് പറയും. ഇപ്പൊ നമ്മള് ശ്രദ്ധിക്കേണ്ട വിഷയം ഇനി ഫക്രെ ബ കമാലിയത്ത് എന്നുള്ളത് എന്താണ്, ഫക്രെ ബ കറം എന്ന് പറഞ്ഞാൽ എന്താണെന്നാണല്ലോ. അപ്പൊ ഈ ഫക്രെ ബ കറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിലായത്താണെന്ന് പറഞ്ഞു കഴിഞ്ഞു. ഈ വിലായത്തിൽ വരുന്ന ഔലിയാക്കളെ എണ്ണം ക്ലിപ്താണ്, കൃത്യമാണ്. എല്ലാ കാലത്തും ഒരേപോലെ ആയിരിക്കും. അത് 360 പേരാണ്. ഈ 360 പേരെ ആ സംഘത്തിന്റെ നേതാവാണ് ഗൗസ്. അദ്ദേഹത്തിന്റെ കീഴിൽ 3 കുത്തുബീങ്ങൾ ഉണ്ടാവും, അവരുടെ കീഴിൽ ഔത്താദീങ്ങൾ ഉണ്ടാവും, പിന്നെ അബുദാലിയങ്ങൾ ഉണ്ടാവും, നുക്കബാക്കള്, നുജബാക്കള്, സാധാരണ ഔലിയാക്കള് എല്ലാം ഉണ്ടാവും. അങ്ങനെ മൊത്തത്തില് 360 പേരടങ്ങുന്ന സംഘമാണിത്. ഇത് ഫക്രെ ബ കറം കൊണ്ടുണ്ടായതാണ്. ഔദാര്യം കൊണ്ട്. ഔദാര്യം കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഔദാര്യത്തിനാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തമായിട്ടുണ്ടാക്കിയ മന്ത്രിസഭയാണത്. എന്തിനു വേണ്ടി? റസൂലുള്ളാഹിന്റെ ഉമ്മത്തിൽ അള്ളാഹുവിനെ ആഗ്രഹിക്കുന്നവർ, അള്ളാഹുവിനെ അന്വേഷിക്കുന്നവർക്ക് വേണ്ടിയിട്ട് അവരെ സഹായിക്കാനായി ഉണ്ടാക്കിയ മന്ത്രിസഭയാണത്. അവരെങ്ങനെ സഹായിക്കാന്? അവരെ നഫ്സിനെ സ്ഫുടം ചെയ്യാന്. ഇപ്പൊ നഫ്സിലേക്ക് ഫോക്കസ് ചെയ്യുന്ന മശായിക്കന്മാരാണ് ഈ ഗ്രൂപ്പിൽ വരുന്നവർ. അവരെ ഉദ്ദേശം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിൽ അള്ളാഹുവിനെ അന്വേഷിക്കുന്നവരെ പിടിച്ചുകൊണ്ടുവന്ന് അവരെ നഫ്സിനെ സ്ഫുടം ചെയ്യലാണ്. അതിനുള്ള തന്ത്രങ്ങളും ഹിക്മത്തും അവരുടെ കയ്യിലുണ്ട്. കാരണം അവരെന്താണ്, നേരത്തെ അവരവരെ നഫ്സ് ശുദ്ധിയാക്കിയവരാണ്. അതുകൊണ്ട് ഈ രീതിയിൽ എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്ന് അവർക്ക് അറിയാൻ പറ്റും. അതിന് പറയുന്ന പേരാണ് ബാത്തിനിയായ ശരീഅത്ത് എന്നുള്ളത്. ശരീഅത്തിന്റെ ശരിക്കും ബാത്തിനിയായ രൂപം. ശരീഅത്ത് ഇപ്പൊ 2 തരമുണ്ട്, ബാത്തിനിയുണ്ട്, വാഹിരിയുണ്ട്. ഒരു ബാഹ്യമായ ശരീഅത്തുണ്ട്, ആന്തരികമായ ശരീഅത്തുണ്ട്. ഈ ആന്തരികമായ ശരീഅത്തില് ഒരു മുരീദിന്റെ നഫ്സിനെ സ്ഫുടം ചെയ്യാനുള്ള ഹിക്മത്ത്, അതിനുള്ള റൂൾ ആൻഡ് റെഗുലേഷന് കൈകാര്യം ചെയ്യുന്നവരാണ് ഈ ഔലിയാക്കള്. അപ്പൊ അത് എല്ലാവരിലും ഒരേപോലെ അപ്ലൈ ചെയ്യാൻ കഴിയില്ല. ഒരാളിലുള്ള തെറ്റാവൂല മറ്റൊരാളിൽ ഉണ്ടാവുന്നത്. അപ്പൊ ഒരാളിൽ ചെയ്യുന്ന ആ റൂൾ ആൻഡ് റെഗുലേഷൻ മറ്റൊരാളിൽ എന്ത് ചെയ്യൂല, എഫക്റ്റ് ആവൂല. അപ്പൊ മാറ്റിമറിക്കേണ്ടി വരും. അപ്പൊ അത് തരം തിരിഞ്ഞു കൊടുക്കും. അതൊന്നിനും ക്ലിപ്തല്ല. അതുകൊണ്ട് തന്നെ അതൊന്നും കിതാബിൽ എഴുതി വെക്കാൻ കഴിയില്ല. മൂസാ നബി അലൈഹി സ്വലാമിന്റെ വിഷയത്തിൽ നബി അലൈഹി സ്വലാം കാണിച്ച ചില ശരീഅത്തുകളുണ്ട്. ആ ശരീഅത്തുകള് അദ്ദേഹം മൂസാ നബിയുടെ നഫ്സിനെ, ഒപ്പം മൂസാ നബിയുടെ വിഷയത്തിൽ മൂസാ നബിയെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ള തന്ത്രപരമായ ശൈലിയാണത്. അതേപോലെ ഓരോ ഷെയ്ഖും അവനവന്റെ മുരീദിൽ ഡിഫറന്റ് ആയിട്ടുള്ള മെത്തേഡുകൾ പരീക്ഷിക്കും. അതൊക്കെ കൂടി പറയുന്ന പേരാണ് ബാത്തിനിയായ ശരീഅത്ത്. അത് കൈകാര്യം ചെയ്യാൻ റസൂലുള്ളാഹി ഏൽപ്പിച്ചത് ഈ ആളുകളെയാണ്, ഈ 360 ആളുകളെ. എന്നാല് ബാഹ്യമായൊരു ശരീഅത്തുണ്ട്. ആ ശരീഅത്ത് എന്തിനു വേണ്ടി ഉണ്ടാക്കിയതാണ്? അത് നമ്മളെ ജിസ്മിന് വേണ്ടി ഉണ്ടാക്കിയതാണ്. നമ്മളെ ഇത്തരം രഹസ്യങ്ങൾ അടങ്ങിയ ലത്തായിഫുകൾ, 16 ആളുകളും താമസിക്കുന്ന വീടാണ് ജിസ്മ്. ഈ ജിസ്മ ഉണ്ടെങ്കിലേ ഇത് എന്തുണ്ടാവുള്ളൂ, അതിനുള്ളിലുള്ള ആളുകൾ അവിടെ നിലനിൽക്കുള്ളൂ. അതേപോലെ മരണം വരെ സമയമുണ്ട് നമുക്ക് ഈ ആളുകൾ എണീപ്പിക്കാനും മുനവറാക്കാനും. അതിനുള്ള ജിസ്മ നശിച്ചു പോയി കഴിഞ്ഞാൽ സമയം കഴിഞ്ഞു പോയി. അതിനു മുമ്പായിട്ട് എന്ത് വേണം, നമ്മൾ ഇതിനൊക്കെ മുനവറാക്കണം. അതുവരെ ജിസ്മ നിലനിൽക്കണം. ഇപ്പൊ ജിസ്മിന് വേണ്ട നിയമങ്ങളിലൂടെ പോയാലാണ് ജിസ്മ നിലനിൽക്കുള്ളൂ. അതിനാവശ്യമായ വെള്ളം, അതേപോലെ ഭക്ഷണം, കല്യാണം, കുടുംബം, സാമൂഹിക കാര്യങ്ങള്, സാമ്പത്തിക കാര്യങ്ങള്, ദീനിയായ കാര്യങ്ങൾ എല്ലാം ഒരേപോലെ കൊണ്ടുപോകണം. അല്ല എങ്കിൽ ഈ ജിസ്മിന് നാശം വരും. ഒരു വണ്ടി നമ്മൾ റോഡിൽ ഇറക്കുന്ന സമയത്ത് വണ്ടിയുടേതായ നിയമങ്ങൾ, ട്രാഫിക് നിയമങ്ങൾ പാലിക്കണം. അല്ല എങ്കിൽ വണ്ടി
അവിടെയും അവിടെയും ചെന്ന് മുട്ടിക്കൊണ്ട് അതിനുള്ളിലിരിക്കുന്ന ആൾക്ക് നാശം സംഭവിക്കും, മരണം സംഭവിക്കും, അല്ലെങ്കിൽ അപകടം സംഭവിക്കും. അത് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ വണ്ടിക്കും കാര്യമില്ല, അയാൾക്കും കാര്യമില്ല. അതേപോലെ ഈ വിഷയത്തിൽ ഉള്ളിലിരിക്കുന്ന റൂഹുകൾക്ക് ലക്ഷ്യത്തിലെത്താൻ സഹായകമായിട്ട് ജിസ്മിനെ സംരക്ഷിക്കേണ്ടതുണ്ട്. അപ്പൊ ആ ജിസ്മിന് അതിന്റെ നിയമങ്ങൾ ഉണ്ടാക്കണം. ആ നിയമങ്ങളാണ് ബാഹ്യമായ ശരീഅത്ത്. ഇതിങ്ങനെ മനസ്സിലാക്കിയില്ല എങ്കിൽ അപകടമാണ്. അപ്പൊ ബാഹ്യമായ ശരീഅത്ത് നിർബന്ധമാണ്, അത്യാവശ്യമാണ്, നമ്മൾ ചെയ്യേണ്ടതാണ്, ഒക്കെ ശരിയാണ്. എന്നാൽ അതിനൊരു ലക്ഷ്യമുണ്ട്. ആ 1ാം ക്ലാസ്സിൽ നിന്ന് 2ാം ക്ലാസ്സിലേക്ക് കയറുന്ന സമയത്ത് എപ്പോഴും നമ്മൾ ലക്ഷ്യം വെക്കുന്നത് നമ്മളെ ഏറ്റവും മുമ്പേ ലക്ഷ്യത്തിലേക്ക് സഹായകമാവുന്ന ഫസ്റ്റ് വാതിലായതിന്റെ പേരിലാണ്. അതേപോലെ ഈ ശരീഅത്ത് ഈ രീതിയിൽ മനസ്സിലാവും. അതല്ല നമ്മൾ ഇത് തന്നെയാണ് എല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ദീനിനെതിരാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനത്തിനെതിരാണ്, ഖുർആനെതിരാണ്, എല്ലാത്തിനും എതിരാണ്. അത്തരക്കാരെ ഒരു വിഭാഗം ഉടലെടുക്കും അവസാന നാളിൽ. എല്ലാ കാലഘട്ടത്തിലും ഉണ്ട്, പക്ഷെ അവസാന നാളിൽ അതിന്റെ മൂർധന്യാവസ്ഥയിൽ എത്തും. അതിനെ കൊണ്ടാണ് ഖിയാമത്ത് ഉണ്ടാവുന്നതും ഈ ഒരു വാദം കൊണ്ട്. കാരണം അതിൻ്റെ ഉള്ളിൽ റൂഹാനിയത്തിലേക്ക് ആരും എത്തിച്ചേരുന്നില്ല. റൂഹാനിയത്തിലേക്ക് എത്തിച്ചേർന്നില്ലെങ്കിൽ റൂഹാനിയത്ത് ഇല്ലാതായി പോവും, റൂഹ് എന്തായി പോവും, മൗത്തായി പോവും. റൂഹ് മൗത്തായി കഴിഞ്ഞാൽ പിന്നെ ജിസ്മ എന്ത് കാര്യം? ജിസ്മ മയ്യത്താണ്, ദീൻ മയ്യത്താണ്. അങ്ങനെ ദീൻ മയ്യത്താകുമ്പോൾ ദീനെ ഹയാത്താക്കാൻ വേണ്ടി വരുന്നവരാണ് മുഖ്ഷിദ്ദീന്മാർ. ആ മുഖ്ഷിദ്ദീൻ അവസാനത്തെ മുഖ്ഷിദ്ദീനായി വരുന്നവനാണ് ആര്? ഇമാം മഹ്ദി അലൈഹി സ്വലാം. അതിലേക്കുള്ള ആദ്യ കവാടാണ്. സാധാരണക്കാരായ ജനങ്ങളെ ആത്മീയതയിലേക്ക് കൈപ്പിടിച്ച് കൊണ്ടുവരുന്ന ആദ്യത്തെ ടീം വർക്കാണ് എന്ത്? ഈ പറഞ്ഞ ഔലിയാക്കള് 360 എണ്ണം. അപ്പൊ ഒരു ഗൗസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും കുത്തുബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അബ്ദാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാലൊക്കെ അവർക്കൊരു റീച്ച് ഉണ്ട്. അതെന്താണ്? റസൂലുള്ളാഹിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദർശനം വരെ അവരെത്തിയിട്ടുണ്ട്. അതിന്റെ അപ്പുറത്തേക്ക് അവർ പോയിട്ടില്ല. നമ്മൾ പല കഥകളും കേൾക്കുന്നുണ്ടാവും, പല കാര്യങ്ങളും പഠിക്കുന്നുണ്ടാവും, പക്ഷെ ഇതിന് വിരുദ്ധമായിട്ട് പലതും വന്നിട്ടുണ്ടാവും. പക്ഷെ അതൊക്കെ വെറും കഥകൾ മാത്രമാണ്, ഹക്കീക്കത്തില്ല അതിൻ്റെ. കാരണം ഇത് എഴുതിയ ആളുകൾ അല്ലെങ്കിൽ ഇത് ഉദ്ധരിച്ച ആളുകൾ ഇതിനെക്കുറിച്ച് മനസ്സിലാകാതെ പറയുന്ന വിഷയങ്ങളാണത്. ഇതിന്റെ റിയാലിറ്റിയിലേക്ക് അവർ എത്തിയിട്ടില്ല. അവരെ ജോലി എന്താണ്? വെറും റിപ്പോർട്ട് ചെയ്യൽ മാത്രമാണ്. സ്വന്തം റിയാലിറ്റിയിൽ എത്താതെ ചെയ്യുന്ന സമയത്ത് അതിലെന്ത് ചെയ്യൂല? അവർ സൂക്ഷ്മത പാലിക്കൂല, തെറ്റ് സംഭവിക്കാം. അത്തരം തെറ്റുകളാണ് ഒരുപാട് കഥകളായി വന്നത്. ഇപ്പോ ഈ 360 ഔലിയാക്കള് അവരെ റീച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആണെന്ന് പറയുമ്പോൾ അവർക്ക് ഒരിക്കലും അള്ളാഹിനെ കാണാൻ സാധിച്ചിട്ടില്ല. അള്ളാഹുവിനെ കണ്ടവരല്ല അവര്. അള്ളാഹുവിനെ കാണുന്നത് പോയിട്ട് ഒരിക്കൽ പോലും അള്ളാഹുവിനോട് മുനാജാത്ത് നടത്തിയിട്ടില്ല. മുനാജാത്തിലേക്ക് പോലും എത്താത്തവരാണ് അവര്. പക്ഷേ നമ്മള് പേരുകൊണ്ട് കേൾക്കുന്ന ഗൗസ് എന്ന് പറയുന്ന പലരും എന്തല്ല, ഈ വിലായത്തിൽപ്പെട്ടവരല്ല. അത് വേറെ വിഷയം. ഇതൊക്കെ കൺഫ്യൂഷനായി കിടക്കണം. ഉദാഹരണം ഗൗസുല്ലാഹി റളിയല്ലാഹു അൻഹു, ഗൗസ് എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്, ഗൗസുൽ ആളം. പക്ഷെ ആ ഗൗസ് എന്തല്ല, ഈ വിലായത്തിൽപ്പെട്ടവനല്ല. പക്ഷെ ആ കസേരയിൽ ഇരുന്ന വ്യക്തിയാണ്. പക്ഷെ അതേസമയം വലായത്തിലും കൂടി പരിപൂർണത ഉള്ള ആളാണ്. അങ്ങനെ വന്ന മഹാന്മാരുണ്ട്. വിലായത്തിലും വലായത്തിലും കൂടി വന്ന ആളുകളുണ്ട്. വിദീഷ തങ്ങളെ പോലെ, അജ്മീർ തങ്ങള്, ഇങ്ങനെയുള്ള പല മഹാന്മാർ രണ്ടിലുള്ളവരാണ്. പക്ഷെ പൊതുവെ പറയുന്ന സമയത്ത് വിലായത്തിന്റെ അഹ്ലുകാരെ റീച്ച് ഇത്രയേ ഉള്ളൂ. അതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എല്ലാ ജൽവകളും എല്ലാ രൂപങ്ങളും അവർ കണ്ടിട്ടില്ല. അവര് കണ്ട രൂപം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നഫ്സിനെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നഫ്സിയായ രൂപത്തിലേക്ക് മാത്രം ലിങ്ക് കിട്ടിയവരാണ്, കണക്ഷൻ കിട്ടിയവരാണ് ഈ ഔലിയാക്കള്. അതേപോലെ തന്നെ ഈ ഔലിയാക്കള് ആലം മലക്കൂത്തിൽ എത്തിപ്പെടാത്തവരാണ്. ആലം നാസൂത്തിലാണ് അവരെ കണക്ഷൻ. ആലം നാസൂത്തിന്റെ അനുഗ്രഹമാണ് അള്ളാഹു തആല അവർക്ക് കൊടുത്തത്. ആലം നാസൂത്തിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ അവരുടെ കയ്യിലുണ്ടാവും. ദൂരെ നിന്ന് സംസാരിക്കാൻ പറ്റും. അതേപോലെ തന്നെ ചിലപ്പം ജിസ്മ കൊണ്ട് പാറാൻ പറ്റും. ലത്തീഫ് നഫ്സിനെ കൊണ്ട് ഏതൊക്കെ ഭാഗത്തേക്ക് പോകാൻ പറ്റും, അവിടേക്ക് എത്തിപ്പെടാൻ പറ്റും. ചില ആളുകൾക്ക് ലത്തീഫ് നഫ്സ് സഞ്ചരിക്കാൻ സാധിക്കൂല, ചിലർക്ക് സഞ്ചരിക്കാൻ സാധിക്കും. നമ്മൾ അന്ന് ഒരു ദിവസം പറഞ്ഞിട്ടുണ്ട്, ലത്തീഫ് നഫ്സ് നമ്മളെ അമ്മാറത്ത് നഫ്സ് അമ്മാറയിൽ നിന്നും മാറിക്കൊണ്ട് മാറ്റം വരുന്ന സമയത്ത്, ഹിമൊക്കെ ആവുന്ന സമയത്ത് അതിന്റെ രൂപം മാറും. ആ രൂപം മാറി 2 തരത്തിലാണ്. ഒന്നുകിൽ ആ കറുത്ത പട്ടി ഒരു കുതിരയുടെ രൂപം സ്വീകരിക്കും, അല്ല എങ്കിൽ ഒരു കാളയുടെ രൂപം സ്വീകരിക്കും. കാളയുടെ രൂപം സ്വീകരിക്കുന്ന ആളുകൾക്ക് നാച്ചുറലി ആയിട്ട് അവര് ക്ഷമാശാലികളാണ്, ക്ഷമയോടെ കൂടുതൽ ബന്ധം. എന്നാല് കുതിരയുടെ രൂപം വരുന്നവര് പൊതുവെ അവരെ ലിങ്ക്, അവരെ ബന്ധം ശുക്രിനോടാണ്, നന്ദി ഉള്ള ആളുകളാണ്. അള്ളാഹുവിന്റെ ദീനില് നന്ദി എന്ന ഭാഗത്തുകൂടെ സഞ്ചരിക്കുന്നവരാണ് അവർ. അപ്പൊ അത്തരക്കാർക്ക് ഈ പറഞ്ഞ പോലെ കുതിരയുടെ നേച്ചർ പോലെ ഏത് ലോകത്തേക്ക് സഞ്ചരിക്കാൻ സാധിക്കും. എന്നാൽ കാളയുടെ ആളുകൾക്ക് ഈ രീതിയിൽ സഞ്ചരിക്കാൻ സാധിക്കൂല. ഇപ്പൊ നാസൂത്തിയ ഔലിയാക്കളാണ് ഇവരെല്ലാം. അതിൽ പല കാറ്റഗറികളുണ്ട്. അവരുടെ ജോലിയും ഡിഫറെന്റ് ആണ്.
അബ്ദാലിങ്ങളെ അള്ളാഹു തആല ഏൽപ്പിച്ച ജോലി ഓരോ സൃഷ്ടികൾക്കും എത്തിക്കേണ്ട ഭക്ഷണത്തിന്റെ കണക്ക് അവരുടെ കയ്യിലുണ്ട്. അതിൽ നിന്നും കൂട്ടുകയോ കുറക്കൊന്നുമില്ല. കൃത്യമായിട്ട് ഓരോ ആളെ റിസ്ക്കും അവർ എത്തിച്ചു കൊടുക്കും. അങ്ങനെ പല ഡ്യൂട്ടികൾ അവർക്കുണ്ട്. അവർ പരസ്പരം ഒരുമിച്ച് കൂടും, പരസ്പരം വാത്തിനായിട്ട് സംസാരിക്കും. അതേപോലെ തന്നെ അസുഖങ്ങൾ ഭേദമാക്കി കൊടുക്കാൻ സാധിക്കും, വേണമെങ്കിൽ വെള്ളത്തിൽ നടക്കാൻ സാധിക്കും. അങ്ങനെ എന്തിനുള്ള കറാവത്ത് അവരുടെ കയ്യിലുണ്ട്. അതുകൊണ്ടൊക്കെ അവർ അനുഗ്രഹിക്കപ്പെടും. പക്ഷെ ആലം മലക്കൂത്ത് എന്നുള്ള ലോകത്തേക്ക് അവർക്ക് എന്തില്ല, ബന്ധമില്ല. അത് അവിടെ എന്തൊക്കെയാ സംഭവിക്കുന്നത്, അവിടെ എന്തൊക്കെ തരം അനുഗ്രഹങ്ങളുണ്ട്, അതിന്റെ മേലേക്കുള്ള വിഷയങ്ങളെ കുറിച്ചൊന്നും അവർക്ക് അറിവുമില്ല. അതുകൊണ്ട് തന്നെ അത്തരം ഔലിയാക്കളെ അവർക്ക് തിരിച്ചറിയാനും സാധിക്കൂല. ഇവരെ നാട്ടിലുള്ള ഔലിയാക്കളെ അവർ തിരിച്ചറിയും, പക്ഷെ അതിന്റെ മുകളിലുള്ളവരെ തിരിച്ചറിയാൻ സാധിച്ചോളണം എന്നില്ല. അതാരുള്ളവരുണ്ടാവും, എല്ലാവരും ഒരേപോലെയല്ല. കാരണം തൈലീമുണ്ടെങ്കിലും അതിനുള്ള കഴിവില്ലാത്തവരുണ്ടാവും. തൈലീമ് മറ്റൊരു വശം, കഴിവ് വേറെ വിഷയമാണ്. രണ്ട് വിഷയമാണ്. അപ്പൊ ആലം നാസൂത്തില് നിലനിൽക്കുന്ന ഔലിയാക്കളെ മന്ത്രിസഭയാണ് ഈ 360 എണ്ണം. അതേപോലെ വലായത്തിന്റെ അഹ്ലുകാർ എന്ന് പറഞ്ഞാൽ മിനിമം എന്ത് വേണം, അള്ളാഹുവിനോട് മുനാജാത്ത് നടത്താൻ സാധിക്കുന്ന മക്കാമിലെത്തണം, മർത്തബയിലെത്തണം. അത്തരക്കാരുടെ വലായത്തിൽ വരുന്നവര്. അപ്പൊ ഈ മാർഗത്തില് ആദ്യം പറഞ്ഞ മക്കാമുകള് നഫ്സൊക്കെ ശുദ്ധീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ട്, ഖൽബ് ജാരിയായിക്കൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ട് അള്ളാഹുവിനോട് സംസാരിക്കുന്ന ഒരു മക്കാമിൽ എത്തിയവരാണ് ഇതിൽ ആദ്യത്തെ ഗ്രേഡുകാർ. അതിന്റെ മുകളിലോട്ട് വരുന്നവര് അള്ളാഹുവിനെ കാണുന്നവരാണ്, ദീദാർ ഇലാഹി ലഭിക്കുന്നവരാണ്. ലതായിഫുൽ അന വഴി അള്ളാഹുവിനെ കണ്ടവരാണ്, അള്ളാഹുവിന്റെ ദീദാർ കിട്ടിയവർ. ഇങ്ങനെ 2 തരം ആളുകൾ ഈ കൂട്ടത്തിൽ വരും. അതിനുശേഷം വീണ്ടും മുകളിലോട്ട് പോയിക്കൊണ്ട് അള്ളാഹുവിൽ വസിലാവുന്ന വാസല്യങ്ങളുണ്ട്, ഫനാഫില്ലായി തീരുന്നവര്. പിന്നെ അതിനു മുകളിലോട്ട് പോയിക്കൊണ്ട് കാബില്ലയിലേക്കും ബക്കാബില്ലയിലേക്കും പുരോഗമിക്കുന്നവരൊക്കെ ആ കൂട്ടത്തിലുണ്ട്. അപ്പോ ഇതാണ് ഏറ്റവും വലിയ വിലായത്തിന്റെ മർത്തബക്കാര്. വലായത്തില് ഉൾപ്പെട്ട ഔലിയാക്കളെ കണ്ണില് വിലായത്തിന്റെ അഹ്ലുകാര ഔലിയാക്കളെ അല്ല, അവരെ ഔലിയാക്കളെ പരിഗണിക്കുന്നില്ല. കാരണം എന്താണ്, വലായത്തിന്റെ അഹ്ലുകാരെ കണ്ണില് വിലായത്ത് എന്ന് പറഞ്ഞാൽ തന്നെ അള്ളാഹുവിന്റെ ദോസ്താവ്, അള്ളാഹുവിന്റെ കൂട്ടുകാരനാവാന്നാണ്. ഒരു കൂട്ടുകാരനെ കാണണമല്ലോ. ഒരു കൂട്ടുകാരനെ കണ്ടിട്ടുമില്ല, കൂട്ടുകാരൻ സംസാരിച്ചിട്ടുമില്ല എങ്കിൽ എന്ത് കൂട്ടുകാരനാണ് എന്നുള്ള ആ ഒരു വീക്ഷണകോണിലൂടെ നോക്കുന്ന സമയത്ത് വിലായത്തിന്റെ അഹ്ലുകാർക്ക് എന്തില്ല, അള്ളാഹുവിനോട് കൂട്ടുകെട്ടില്ല. അവരെ കൂട്ടുകെട്ടുള്ള ആരോടാണ്, റസൂലുള്ളാഹിനോടാണ്. ഇപ്പൊ റസൂലുള്ളാഹിന്റെ ഔലിയാക്കളായിട്ട് പറയാം, അതല്ല അള്ളാഹുവിന്റെ ഔലിയാക്കളായി പറയാൻ സാധിക്കൂല എന്നുള്ളതാണ് വിഷയം. അതുകൊണ്ട് വലായത്തിന്റെ അഹ്ലുകാരെ കണ്ണില് വലായത്തിന്റെ അഹ്ലുകാര് മാത്രമാണ് ഔലിയാക്കൾ. മറ്റുള്ളവര് സാധാരണക്കാരെ പോലെ അവർ കാണുന്നുള്ളൂ. അവർക്കറിയാം അവര് വിലായത്തിന്റെ അഹ്ലുകാർ തന്നെയാണ് എന്നുള്ളത്. എന്നാൽ അസൽ വിലായത്തിന്റെ അർത്ഥം അതല്ല. ഇനി ഖുറാനിലോ വിലായത്തിനെ കുറിച്ച് വിശദീകരിച്ച ആയത്തുകൾ വിശദീകരിക്കുന്നവര് ഈ പറഞ്ഞ കാറ്റഗറിക്കാരല്ല. വിലായത്തിന്റെ ആ 360 ആളുകളെ കുറിച്ചല്ല പറയുന്നത്. ഉദാഹരണമായി സൂറത്തുൽ കഹ്ഫിൽ പറയുന്ന ആ ആയത്ത്, ഷെയ്ഖിന്റെ ആവശ്യകത, കാമിലായ ഷെയ്ഖിന്റെ ആവശ്യകത പറയുന്ന ആയത്തുണ്ട്. സൂറത്തുൽ കഹ്ഫിൽ 18-ാമത്തെ ആയത്ത്, അള്ളാഹു വഴികേട്ടിലാക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് മുർഷിദായ വലിയനെ കാണിച്ചു കൊടുക്കൂല എന്നുള്ളത്. ആ മുർഷിദായ വലിയ എന്ന് പറയുന്ന വലിയ വലായത്തിന്റെ അഹ്ലുകാരപ്പെട്ട വലിയാണ്, അത് 360-ൽപ്പെട്ടവരല്ല. കാരണം അള്ളാഹുവിലേക്ക് എത്തിക്കണമെന്നുണ്ടെങ്കിൽ സ്വയം എത്തിയവരെ സാധിക്കുന്നുണ്ട്. വലായത്തിന്റെ അഹ്ലുകാരിൽ ആരും അങ്ങനെ എത്തിയിട്ടില്ല. എന്നാൽ അവര് ട്രാഫിക് സിസ്റ്റമായിട്ട് അവർ വരും, ഇതിലേക്ക് എത്തിക്കുന്നവരായിട്ട് വരും, വലായത്തിന്റെ ഒരു വലിയിലേക്ക് എത്തിക്കുന്നവരായിട്ട്. പക്ഷെ അള്ളാഹുവിലേക്ക് എത്തിക്കാനുള്ള പ്രാപ്തിയും കഴിയും അവരിലില്ല. അതിനാര് വേണം, ശരിക്കും ഈ മുർഷിദ് കാമിൽ വേണം. മുർഷിദ് കാമിൽ ഖുർആൻ ഉദ്ദേശിച്ച ആളുകൾ ആരാണ്, അത് ആലന്നാസൂദ് വിട്ട് കടന്നവരാണ്, ആലം മലക്കൂത്തിലെത്തിയവരാണ്. മലക്കൂത്തിയായ ഫൈസെങ്കിലും അനുഗ്രഹമെങ്കിലും കൊടുക്കാൻ കഴിവുള്ളവരായിരിക്കണം ശരിക്കുള്ള ഷെയ്ഖ്. അവര് കൊടുക്കുന്ന ഏറ്റവും മിനിമം അനുഗ്രഹമാണ് എന്ത്, ദിക്റെ കൽബ് എന്നുള്ള ആ മുതല്. കാരണം ദിക്റെ കൽബ് എത്തിയാലാണ് അള്ളാഹുവിനെ കാണുന്നതിലേക്ക് എത്തുമെന്ന് പ്രതീക്ഷയുള്ളൂ. അല്ലെങ്കിൽ പ്രതീക്ഷയില്ല. ദിക്റെ കൽബ് ഹാസിലായവർക്ക് പ്രതീക്ഷ ഉണ്ട്, അവർ അധ്വാനിച്ചാൽ എത്താവുന്നതേ ഉള്ളൂ. അതല്ല ദിക്റെ കൽബ് കിട്ടാത്തവർക്ക് യാതൊരു പ്രതീക്ഷയുമാണ്. ആ ദിക്റെ കൽബ് ഹാസിലാക്കാൻ പറ്റുമോ? ഇല്ല. നമ്മൾ സാധാരണ കേൾക്കുന്ന കാണുന്ന ഔലിയാക്കളെ തേടിപ്പോയി പിടിച്ചുകൊണ്ട് അവർ തരുന്ന അൻഫാസിയ ദിക്ർ ചൊല്ലിക്കൊണ്ട് നടന്നാലൊന്നും ദിക്റെ കൽബിലേക്ക് എത്തൂല. ദിക്റെ കൽബിലേക്ക് എത്താൻ തന്നെ ഒരുപാട് കാലെടുക്കും. എന്നാൽ എത്തിക്കാനുള്ള മുതൽ അവരെ കയ്യിൽ ഉണ്ടാവൂല. പ്രത്യേകിച്ച് അത്തരം ഔലിയാക്കൾക്ക് ഈ വിഷയത്തെ കുറിച്ച് അറിവില്ല എങ്കിൽ നമ്മൾ ആ അറിവില്ലായ്മ കൊണ്ട് ദോഷം നമുക്കാണ്, നഷ്ടം നമുക്കാണ്. നമ്മൾ നല്ല സാലിക്യങ്ങളാണെങ്കിൽ, അള്ളാഹുവിനെ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ, അള്ളാഹുവിനെ സത്യസന്ധമായി ഉദ്ദേശിക്കുന്ന ആളുകൾ അള്ളാഹു തആല ഏതെങ്കിലും രൂപത്തിൽ അത്തരം ഔലിയാക്കളിലേക്ക് എത്തിക്കൂ.